വജ്രം എന്നും ആഡംബരത്തിന്റെയും അന്തസ്സിന്റെയും പ്രതീകമാണ്. എന്നാൽ ലോകം ഇന്ന് മാറുകയാണ്. ഇപ്പോൾ കാണുന്ന വജ്രം ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുത്തതാണോ അതോ ഒരു ലാബിൽ ശാസ്ത്രത്തിന്റെ കരുത്തിൽ ജനിച്ചതാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുമോ? നമുക്കിതൊരു ലളിതമായ ഉദാഹരണത്തിലൂടെ നോക്കാം. സ്വാഭാവികമായ രീതിയിൽ ഒരു കുഞ്ഞു ജനിക്കുന്നതും IVF അഥവാ ടെസ്റ്റ് ട്യൂബ് ചികിത്സയിലൂടെ ഒരു കുഞ്ഞു ജനിക്കുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ആ കുഞ്ഞിന്റെ DNA, അവയവങ്ങൾ, വികാരങ്ങൾ എല്ലാം ഒന്നു തന്നെയല്ലേ? ജന്മം നൽകിയ രീതിയിൽ മാത്രമേ മാറ്റമുള്ളൂ. അതുപോലെ തന്നെയാണ് ഇൻക്യൂബേറ്ററിൽ വിരിയുന്ന കോഴിക്കുഞ്ഞുങ്ങളും. അമ്മക്കോഴി അടയിരുന്ന് വിരിയിക്കുന്ന കുഞ്ഞും ഇൻക്യൂബേറ്ററിൽ വിരിയുന്ന കുഞ്ഞും തമ്മിൽ പ്രകൃതിപരമായി യാതൊരു വ്യത്യാസവുമില്ല. ഇതേ തത്വമാണ് ലാബ് ഗ്രോൺ ഡയമണ്ടുകളുടെ കാര്യത്തിലും പ്രവർത്തിക്കുന്നത്. പ്രകൃതിയിൽ വജ്രം വളരാനെടുക്കുന്ന അതേ സാഹചര്യം ഒരു ലാബിനുള്ളിൽ കൃത്രിമമായി സൃഷ്ടിക്കുന്നു എന്ന് മാത്രം. ഭൂമിക്കടിയിൽ കോടിക്കണക്കിന് വർഷങ്ങളെടുത്താണ് കാർബൺ വജ്രമായി മാറുന്നത്. എന്നാൽ ലാബിൽ വെറും 10 മുതൽ 12 ആഴ്ചകൾ കൊണ്ട് ഇത് സാധ്യമാണ്. ഇതൊരു ഡയമണ്ട് സീഡ് അഥവാ വജ്രത്തിന്റെ ചെറിയൊരു തരിയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇത് ലേസർ ഉപയോഗിച്ച് മുറിച്ച് ഒരു CVD എന്നറിയപ്പെടുന്ന കെമിക്കൽ വേപ്പർ ഡിപ്പോസിഷൻ അഥവാ പ്ലാസ്മ റിയാക്ടറിനുള്ളിൽ വെക്കുന്നു. സൂര്യന്റെ ഉപരിതലത്തിലുള്ളതിനേക്കാൾ ഉയർന്ന ചൂടും മർദ്ദവുമാണ് ഇതിനുള്ളിൽ സൃഷ്ടിക്കുന്നത്. തുടർന്ന് റിയാക്ടറിലേക്ക് ഹൈഡ്രജൻ, മീഥൈൻ വാതകങ്ങൾ കടത്തിവിടുന്നു. ഈ വാതകങ്ങളിലെ കാർബൺ വേർതിരിഞ്ഞ് ഡയമണ്ട് സീഡുകളിൽ വന്ന് പറ്റിപ്പിടിക്കുന്നു. ഇങ്ങനെ പാളികളായി കാർബൺ അടിഞ്ഞുകൂടി വജ്രം വളരുന്നു. പൂർണ്ണമായി വളർന്നു കഴിഞ്ഞാൽ ഇവ മുറിക്കുകയും പോളിഷ് ചെയ്യുകയും ചെയ്യുന്നു. പ്രകൃതിദത്ത വജ്രവും ലാബിൽ നിർമ്മിച്ച വജ്രവും തമ്മിൽ ഘടനയിലോ തിളക്കത്തിലോ യാതൊരു വ്യത്യാസവുമില്ല. മാത്രമല്ല, ലാബിൽ നിർമ്മിക്കുന്നവയ്ക്ക് പലപ്പോഴും പരിശുദ്ധി കൂടുതലായിരിക്കും. ഇന്ത്യയിലെ നിലവിലെ വിപണിയിൽ പ്രകൃതിദത്ത വജ്രത്തേക്കാൾ 40% മുതൽ 80% വരെ വിലക്കുറവാണ് ലാബ് ഡയമണ്ടുകൾക്ക്. ഉദാഹരണത്തിന്, ഒരു ക്യാരറ്റ് പ്രകൃതിദത്ത വജ്രത്തിന് 1 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ വില വരുമ്പോൾ ലാബ് ഡയമണ്ടിന് വെറും 30,000 മുതൽ 60,000 രൂപ വരെ മാത്രമേ ചെലവ് വരുന്നുള്ളൂ. മാത്രമല്ല, ഇത് പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്നില്ല എന്നതും ഖനികളിലെ തൊഴിൽ ചൂഷണം ഒഴിവാക്കുന്നത് കൊണ്ട് കോൺഫ്ലിക്റ്റ് ഫ്രീ ആണെന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. സ്വർണ്ണാഭരണങ്ങളിൽ വജ്രം പതിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ലാഭകരമായ ചോയ്സ് ഇതാണ്.